ജീവിതത്തിൽ നമ്മൾ മിക്കവാറും സമയങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ചത്തതുപോലെ കിടന്നേക്കാം എന്നത്. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് സംഭവിക്കുകയും അത് പിടിക്കപ്പെടാൻ പോകുന്നുവെന്ന് മനസ്സിലാകുമ്പോഴാണ് മനുഷ്യൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഇരിക്കും, അതായത് ചത്തതുപോലെ കിടക്കും. തമാശയ്ക്ക് നമ്മൾ ചത്തതുപോലെ കിടക്കുക എന്നാണ് അതിനെ പറയുക. നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ചത്തതുപോലെ കിടക്കാൻ ഒരു അഗ്രജന്മാരായിരിക്കും, വേന്ദ്രന്മാരായിരിക്കും. ഇയാൾ ചത്തതുപോലെ കിടക്കുന്ന കാരണം ഓഫീസിലെല്ലാവരും ഒരുമിച്ച് വഴക്ക് കേൾക്കേണ്ടി വരുന്നുവെന്ന് പല ആൾക്കാരും ചില ഓഫീസുകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത ആ സുഹൃത്തിന് മാത്രമേ ഈ ശീലമുള്ളൂ എന്നായിരിക്കും നിങ്ങൾ കരുതുക. അപകടം വരുമ്പോൾ ചത്തപോലെ കിടക്കാനുള്ള ശേഷി പല ജീവികൾക്കുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു ജീവിയുണ്ട്, വെർജീനിയ ഒപ്പോസം എന്നൊരു ജീവിയാണ് അതിൻ്റെ പേര്. കാണാൻ നമ്മുടെ പെരിച്ചാഴിയെ പോലെ ഇരിക്കും. എലിയുടെ മുഖം, പൂച്ചയുടെ വലിപ്പം, അതിൻ്റെ പൂച്ചയുടെ ശരീരമുണ്ട്. അതായത് അതിൻ്റെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവ മറ്റേതെങ്കിലും ജീവികളെ ആക്രമിക്കാൻ വന്ന ചത്തപോലം കിടന്നു കളയും. എത്ര തട്ടിയാലും എഴുന്നേക്കില്ല, വടി പോലെ കിടക്കും. ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് മിക്കവാറും അപകടത്തിൽ നിന്ന് ഈ ഒപ്പോസങ്ങൾ രക്ഷപ്പെടുക. 4 മണിക്കൂർ വരെ ഒപ്പോസങ്ങൾക്ക് ചത്തതുപോലെ കിടക്കാൻ പറ്റും. മനുഷ്യർക്ക് അത്രയൊന്നും പറ്റില്ല കേട്ടോ. എന്നാൽ ചില മനുഷ്യന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. താൻ ചെയ്ത തെറ്റാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ ചിലപ്പം മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ ചുറ്റിക്കറങ്ങിന്ന് വരും. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ചത്തപോലെ കിടക്കുന്ന ചില മനുഷ്യർ, അവരുടെ എണ്ണം കൂടി വരിക നമുക്ക് ചുറ്റും. ഈ ഒപ്പോസങ്ങളെ അതിജീവിച്ചു പോകുന്ന മാനസികാവസ്ഥ അവർക്കുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ കബളിപ്പിക്കപ്പെടാമെന്ന ജാഗ്രത ഒരു കാരണവശാലും കൈവശം വന്നുകൂടാ. ചത്തതുപോലെ കിടക്കുന്ന മനുഷ്യരെ സൂക്ഷിക്കുക. അവർ നമുക്കിടയിൽ ഉണ്ട്. അവരെപ്പോഴാണ് ഈ ചത്തതുപോലെ കിടക്കുന്നത് നമുക്കറിയില്ല എന്ന് മാത്രം. ചത്തതുപോലെ കിടക്കുന്ന ആളുകളെ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരാനുള്ള തന്ത്രങ്ങൾ നമ്മൾ മെനയണം. എന്നാലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ